കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 5-ാമത് വാക്യം. ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. യേശുവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവപൈതങ്ങൾ നിശ്ചയമായിട്ട് ആയിരിക്കേണ്ട ഒരു പ്രോസസ്സിങ് കാലഘട്ടമെന്ന് പറയുന്നത് വിശുദ്ധീകരണത്തിലൂടെ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. വിശുദ്ധീകരണം എന്ന ആ ഒരു തലത്തിലൂടെ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ തേജസ്കരണത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. എങ്ങനെയാണ് നമുക്ക് തേജസ്കരണത്തിൽ എത്തിച്ചേരുവാൻ കഴിയുക? ഇല്ലെങ്കിൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഒരു ലോങ് പീരിയഡ് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അനന്തരം നമുക്ക് എത്ര വർഷം നമ്മുടെ ജീവിതത്തിൽ ആയുസ്സുണ്ടോ അത്രയും വർഷം ജീവിതത്തെ വളരെ സൂക്ഷിച്ച് പരിപാലിച്ച് വിശുദ്ധിയോടെ, ഹൃദയവിശുദ്ധിയോടെ, ശാരീരിക വിശുദ്ധിയോടെ, മാനസിക വിശുദ്ധിയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ തേജസ്കരണം എന്ന തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. നമുക്കറിയാം, ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടുകൂടെ രൂപാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ എടുക്കപ്പെടുമെന്നുള്ളതാണ് തിരുവചനം. ഇന്ത്യ ഒരു സാധാരണ രീതിയിൽ മരണങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അനന്തരമുള്ള നമ്മുടെ ജീവിതത്തിനകത്ത് വേർപാടുകൾ ഇന്ന് സംഭവിക്കുന്നുണ്ട് അല്ലേ? മരണം നിശ്ചയമാണ്. പ്രീസർ ഒരിക്കലും നമുക്കതിനെ തടുക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. എന്നാൽ കർത്താവിൻ്റെ വരവിന് മുമ്പ് സ്തോത്രം മരിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ വരവിങ്കിൽ നമ്മുടെ ശരീരം, ആത്മാവ് എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. എന്നാൽ കർത്താവിൻ്റെ വരവിങ്കിൽ നമ്മൾ ആയുസ്സോടെ ഇരിക്കുന്നുവെങ്കിൽ അതിനകത്ത് പറയുന്നൊരു പേരാണ് രൂപാന്തരപ്പെട്ട് അവനോടൊപ്പം നമ്മളും എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. എന്നാൽ തേജസ്കരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ നിത്യമായൊരു പ്രോസസ്സാണ് അല്ലേ? വചനം പറയുന്നു, സ്തോത്രം, ഇങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം തിരുവചനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിത്യജീവനായി നിയമിക്കപ്പെട്ട എല്ലാവരും വിശ്വസിച്ച് യേശുവിനെ അറിഞ്ഞവരെല്ലാവരും നിത്യജീവന് വേണ്ടി നിയമിക്കപ്പെട്ടവരാണ്. കാര്യം കർത്താവ് നിയമിക്കാത്ത ഒരാൾ പോലും രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ചിലർ മനഃപൂർവ്വമായ പാപങ്ങളിലേക്ക് വഴിമാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവരെങ്ങനെയാണ് ദൈവരാജ്യത്തിലെത്തുക? അതിനാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ആത്മാവ് കർത്താവ് യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിന് സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കും. അപ്പം പലപ്പോഴും നമ്മുടെ ദൈവത്തിൻ്റെ വിശുദ്ധി ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നമ്മൾ കയറിപ്പോന്ന് തടസ്സം നിൽക്കുന്നത് ശരീരത്തില്ലെങ്കിൽ ജഡത്തിൽ വെളിപ്പെടുന്ന അശുദ്ധികളാണ്. എന്തുവാ? കോപമോ, പകയോ, പിണക്കമോ, ജാരശങ്കയോ, ഭിന്നതയോ, അശുദ്ധിയുടെ വേറെ മേഖലകളോ ഒക്കെ പലതുമുണ്ട്, പല പ്രവൃത്തികളുമുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ തന്നെ എന്ന് പറയുന്നൊരു ലിസ്റ്റ് നമുക്ക് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ തക്കവണ്ണം കഴിയപ്പെടുന്നുണ്ട്. അവിടെയാണ് ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വിധ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരാളിൽ ദൈവരാജ്യത്തിലെത്തിക്കാൻ കഴിയുമോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ വ്യക്തിയെ ദൈവരാജ്യത്തിലെത്തിക്കുക? അതിനാണ് ജഡസംഹാരത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാകും. തെളിവിന് വേണ്ടി ഒരു വാക്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ അത്താഴത്തോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 32 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുന്ന സമയത്ത് തിരുമേശയോടുള്ള ബന്ധത്തിൽ പരാമർശിക്കുന്ന ഒരു ഭാഗമാണ്. എന്തുവാ? വിധിക്കപ്പെടുന്നുവെങ്കിൽ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാണ്. അപ്പോൾ ലോകത്തോടൊപ്പം നമുക്ക് ശിക്ഷാവിധിയില്ല. അത് നടക്കാതിരിക്കണമെങ്കിൽ ഒരു ബാലശിക്ഷ നമുക്ക് ആവശ്യമാണ്. ഈ ബാലശിക്ഷ എന്ന് പറഞ്ഞാൽ എന്തുവാ? രോഗങ്ങളോ, ക്ലേശങ്ങളോ, സാമ്പത്തിക പ്രതിസന്ധികളോ, കഷ്ടതകളോ, നട്ടങ്ങളോ, ശോധനകളോ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്തിനു വേണ്ടി എന്നറിയാമോ? ദൈവരാജ്യത്തിൻ്റെ ഓഹരിക്കാരായി നമ്മളെ പണിതെടുക്കാൻ വേണ്ടിയാണ് കർത്താവ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് സ്തോത്രം, ഈ വിധ ശോധനകൾക്കകത്ത് പെടാതിരിക്കണമെങ്കിൽ ജീവിതത്തെ കൃത്യമായി വിശുദ്ധിയോടെ സൂക്ഷിച്ചെങ്കിൽ നിശ്ചയമായിട്ട് ദൈവരാജ്യത്തിൻ്റെ അവകാശിയായിട്ട് മാറ്റുവാൻ ദൈവം നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നത്. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിറകടിയിൽ മറച്ചാട്ട് ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമാകും. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.